والصلاة والسلام على من لا نبي بعد. സഹൽ ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉപ്പയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നിട്ട് ചോദിച്ചു, അയ്യു സ്വാഇമീന അഅ്ളമു അജ്റ, നോമ്പുകാരിൽ ആർക്കാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള പ്രതിഫലമുള്ളത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അക്സറുഹും ലില്ലാഹി ദിക്റ, അതിൽ ഏറ്റവും അധികം ആരാണോ അള്ളാഹുവിനെ സ്മരിക്കുന്നത്, അള്ളാഹുവിനെ ഓർക്കുന്നത്, അവർക്കാണ് ഏറ്റവും മഹത്തരമായ പ്രതിഫലം. അത് കഴിഞ്ഞ് അയ്യുൽ മുജാഹിദീന അഅ്ളമു അജ്റ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരിൽ ആർക്കാണ് ഏറ്റവും മഹത്തരമായ പ്രതിഫലം ചോദിച്ചു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്സറുഹും ലില്ലാഹി ദിക്റ പറഞ്ഞു. പിന്നെ നോമ്പുകാരിൽ, സ്വതക്ക നൽകുന്നവരിൽ, അങ്ങനെ ഓരോ ഇബാദത്ത്, ഹജ്ജ് ചെയ്യുന്നവരിൽ ഓരോ ഇബാദത്തുകളെ കുറിച്ച് ചോദിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അക്സറുഹും ലില്ലാഹി ദിക്റ എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പമുണ്ട്. ഇത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, യാ അബാ ഹഫ്സ്, ذهب الذاكرون بكل خير, ദാക്കിരീങ്ങൾ, അള്ളാഹുവിനെ സ്മരിക്കുന്നവർ എല്ലാ നന്മ കൊണ്ടും അവർ മുന്നിട്ടിരിക്കുന്നു, പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജൽ, അതെ, സത്യമാണ്. ഇതെല്ലാ ഇബാദത്തിനും പൊതുവായിട്ടുള്ള ഒരു ഖായിദയാണ്. ഏതൊരു ഇബാദത്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിലേറ്റവും അധികം പ്രതിഫലം, അതിലേറ്റവും അധികം അള്ളാഹുവിനെ ഓർക്കുന്നത് ആരാണോ അവർക്കാണ്. എല്ലാവരും ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തോളുന്നില്ല. ഇപ്പൊ നോമ്പെടുക്കുന്ന എല്ലാവരും അള്ളാഹുവിനെ ഓർത്തോളുന്നില്ല, അല്ലെങ്കിൽ നിസ്കരിക്കുന്ന എല്ലാവരും അള്ളാഹുവിനെ ഓർത്തോളുന്നില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, അവന്റെ കൽബ് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നാവ് കൊണ്ടുള്ളതുണ്ടാവും, പക്ഷെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടായിക്കൊള്ളുന്നില്ല. എത്രത്തോളമാണോ ഇബാദത്തിൽ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത വർദ്ധിക്കുന്നതും നിലനിൽക്കുന്നതും അത്രത്തോളം പ്രതിഫലത്തിലും വർധനവുണ്ടാവും. അതാണ് ഒരു ഇബാദത്തിനെ വ്യത്യസ്തമാക്കുന്നതും പ്രതിഫലം വർദ്ധിപ്പിക്കുന്നതും. ഇപ്പൊ ചില ഇബാദത്തുകൾക്ക് ഒരു പ്രതിഫലമാണെങ്കിൽ മറ്റു ചിലതിന് ഒരാൾ ചെയ്യുന്നതിന് 700 ഇരട്ടി വരെ പ്രതിഫലം ഉണ്ടാവും. എന്തിന്റെ അടിസ്ഥാനത്തിലാ? ചെയ്യുന്നത് ഒരുപോലെ ആയിരിക്കും, പക്ഷേ അവന്റെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമ്മുടെ ഇബാദത്തുകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, ചിന്ത, അത് എത്രത്തോളം ഉണ്ട് എന്ന് നാം സ്വയം പരിശോധിക്കുക. അള്ളാഹുവിനെ ധാരാളം ഓർക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.